ഇന്ന് നമ്മൾ അവിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിലൊരു സ്വീറ്റ്സ് ഉണ്ടാക്കണം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, ഒത്തിരി ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. വളരെ വെറൈറ്റിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു 6ഓളം ഏലക്കയും 1/2 സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് കേട്ടോ. ഇത് ഞാൻ വെളുത്ത അവിലാണ് എടുത്തിരിക്കുന്നത്. ഞാനത് സ്റ്റവിലല്ല കേട്ടോ കടായി വെച്ചിരിക്കുന്നത്. ഞാൻ ഏതാണ്ടൊരു 3 കപ്പോളം അവിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കുമ്പോൾ തന്നെ ഈ ഏലക്കായും ജീരകം അവിലൊക്കെ ഒരുമിച്ച് ഒന്ന് ചൂടായി വരും. ഇങ്ങനെ വറുത്തെടുക്കണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും കേട്ടോ. കളറ് മാറരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ അവിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്ര മാത്രമേ പണിയുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറി വരണം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റിന് ശേഷം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് മാറുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് പൊടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ വിചാരിച്ച പോലെ ഒരുമിച്ച് പൊടിഞ്ഞ് കിട്ടില്ല. ഇതിൽ ചേർത്തിരിക്കുന്നത് ജീരകവും ഏലക്കായ അവിലുമാണ്. നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിത് അരയ്ക്കുന്ന ജാറിൽ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. നമ്മളിതിൽ ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മണം, ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അവിലിഷ്ടമില്ലാത്തവരാരും തന്നെ ഇല്ല. അപ്പോൾ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറിയോളം തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാര 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് 3 കപ്പോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് മധുരം കുറച്ചാണ് ഉപയോഗിക്കുക, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് അത്യാവശ്യം മധുരമുണ്ട് കേട്ടോ. ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ പാവ് കാച്ചി എടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് സമയം നമുക്ക് പോകുന്നത്. ഇത് നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ആദ്യം 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി 1 കപ്പും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളറ് മാറിപ്പോരുത്. ആ തേങ്ങയുടെയും പഞ്ചസാരയുടെ ഒക്കെ ഒരു മണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 2 കപ്പോളം പഞ്ചസാരയും 1 മുറി തേങ്ങയും, 1 തേങ്ങയല്ല 1 മുറി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ തനി നാടൻ രീതിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. നല്ല രുചിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടനും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ പേജിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ കളറൊന്ന് ഈ ഒരു രൂപത്തിലായി വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ നല്ലോണം കളറ് മാറി വരുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും തേങ്ങയും ഉള്ള ആ കൂട്ടുണ്ടല്ലോ, ഇതിലേക്കാണ് ഈ ചൂടുവെള്ളം അളന്നൊഴിക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഈ കപ്പിൽ തന്നെ നമ്മൾ പഞ്ചസാര അവിലൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഒഴിച്ചിട്ട് കൈ മാറ്റി വയ്ക്കണം. പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ആവിയെടുക്കും. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. അപ്പോൾ ഇതിന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഞാൻ 1 കപ്പ് മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കോക്കനട്ട് ലഡു ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു മണമാണ് കേട്ടോ അതിന്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി 1 കപ്പും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ. നമ്മുടെ ഈ പഞ്ചസാരയും അതുപോലെ തന്നെ തേങ്ങയും വെള്ളം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. കളറ് ഇതേ കളറിൽ തന്നെ ഇരിക്കണം, എന്നാലാണ് ആ ഒരു വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ തിള വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കട്ടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉപ്പുമാവ് എങ്ങനെയാണോ ഉണ്ടാക്കുക അതേപോലെ തന്നെ കേട്ടോ.
നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മളെടുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അവിൽക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തീ വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. അപ്പോൾ ഈ എടുക്കുന്ന കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് തന്നെ നമ്മൾ റവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ വെള്ളം പെട്ടെന്ന് വലിയും. കട്ടയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം, ഒട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ നമ്മളിതിനെ ഒന്ന് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് നല്ല രുചിയായിട്ട് തോന്നി കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. എന്തെങ്കിലും വിശേഷ അവസരങ്ങളിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഈ ഒരു രീതിയിൽ കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ വെള്ളം ഇങ്ങനെ വറ്റി വരും. അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിന് വെള്ളം വലിക്കും. ഇത് വേഗം തന്നെ ഡ്രൈ ആയി വരും കേട്ടോ. നമ്മളിതിൽ മണത്തിനായിട്ടോ കളറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ സാധാരണ അവിൽ വറക്കുകയും അവിൽ വിളയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ഇതിങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പരുവത്തിനാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കഴിയണം കേട്ടോ. ചെറിയൊരു ചൂട് വേണം നമ്മളിതിനിങ്ങനെ ഉരുട്ടിയെടുക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ സാധാരണ ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, ലഡു ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. നല്ല ഷേപ്പിൽ കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇത് നമ്മൾ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ആ അളവിൽ നിന്ന് ഇത്രയും ലഡ്ഡു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമുക്ക് ഡ്രൈ കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് തേങ്ങ കൊപ്ര ഉണ്ടല്ലോ, കൊപ്ര കൊടുന്നിട്ട് മിക്സിയിലൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതി, ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട്. അല്ലാതെ തന്നെ ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നാണ് കേട്ടോ അതിന് പറയുക. ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു തേങ്ങാക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മധുരം ഒന്ന് കൂടിയാലോ അല്ലെങ്കിൽ തേങ്ങ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഒന്ന് കൂടി നിന്നാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് രണ്ടും കൂടെ തേങ്ങയും പിന്നെ പഞ്ചസാര പൊടിച്ചതും കൂടെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലഡു ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവിൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അത് ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ഒഴിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം ഇതിലിങ്ങനെ പിടിച്ചിരിക്കും. പക്ഷേ ഇതാണ് കേട്ടോ അതിന് കഴിക്കാനൊരു ടേസ്റ്റ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ രുചികരമായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.